ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയിടാത്ത നെല്ലിക്ക ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു 3 നെല്ലിക്ക, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 3 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് കൂടുതൽ ആവശ്യമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് കറക്കി കൊണ്ടുവരാം. അധികം അരഞ്ഞു പോകരുത്. കറിവേപ്പിലയിട്ട് കുറച്ച് ഉപ്പ് പാകത്തിന് ഇടണം. അത് ഒന്ന് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് നോക്കണം. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെയും ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. ചട്നി ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കൂടുതൽ അരഞ്ഞു പോകരുത്. ഇതാണ് അതിൻ്റെ പാകം. ഇത്രയും ഒന്ന് കറക്കിയെടുത്താൽ മതി. ഉപ്പ് നോക്കാം, ഉപ്പ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പാകത്തിന് ഉപ്പുണ്ട്. പിന്നെ ഇഞ്ചി കൂടി പോകരുത്. ഇഞ്ചി കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അതുകൊണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചേർത്താൽ മതി. തേങ്ങയിടാത്ത നെല്ലിക്ക ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. വെള്ളം ഒട്ടും ചേർക്കരുത്. ഈ ചട്നിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. മീൻകറിയും ചോറും കൂട്ടി ഇതും നെല്ലിക്ക ചട്നിയും കൂടി ഒന്നിച്ച് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.